നാടൻ പലഹാരങ്ങൾ ഇഷ്ടമല്ലാത്ത ആരാണുള്ളതല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിക്കൊത്താണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരിക്കൊത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം പയർ വറുത്തെടുക്കാം. നമ്മൾ 1 കിലോ പയറാണ് എടുത്തിട്ടുള്ളത്. പയർ വറുത്ത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തിട്ട് തേങ്ങ വറുത്തെടുക്കണം. ഏകദേശം 2 തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തേങ്ങ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും. ഏകദേശം കണക്കിനാണെങ്കിൽ 1 കിലോയ്ക്ക് 2 തേങ്ങ കണക്കിലിടണം. മുന്തിരിക്കൊത്തിൻ്റെ ഈ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ശർക്കരപ്പാനിയിലാണ്. അപ്പോൾ അതിനായിട്ട് 1 കിലോ ശർക്കരയാണ് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച പയറൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് നല്ലോണം ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ 1 കിലോ പയറിന് 1 കിലോ കണക്കിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. മധുരം നമുക്ക് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മീഡിയം മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 കിലോ ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി നല്ലോണം തിളച്ച് ഇതുപോലെ ഒന്ന് കുറുകി വരണം. കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഒരു നൂൽ പരുവല്ല, അതിന് തൊട്ട് മുമ്പുള്ള പരുവും ഒട്ടുന്ന കൺസിസ്റ്റൻസിയിലാവുമ്പോഴേക്കും നമുക്കിതിലോട്ട് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയറും എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തതും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒത്തിരി ഹാർഡായി പോകരുത്. ഹാർഡായി പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഹാർഡായി പോയാലും മുന്തിരിക്കൊത്തും അതുപോലെ ഹാർഡായി പോകും. ഇത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. മുന്തിരിക്കൊത്തിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് ബോൾസാക്കി മാറ്റിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഈ മിക്സ് ഒരുപാട് കട്ടിയായി പോയാലും അതുപോലെ തന്നെ ചൂടാറി കഴിഞ്ഞാലും നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല, ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മുന്തിരിക്കൊത്ത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 1/2 കപ്പ് കണക്കിൽ മൈദ ചേർത്ത് ആവശ്യമുണ്ടെങ്കിൽ കളറും പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോവുകയാണെങ്കിലും ഈ ബോൾസിൽ ബാറ്റർ കവറായിരിക്കില്ല. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഈ ഓരോ ബോൾസും നമുക്ക് ഇതുപോലെ ബാറ്ററിൽ മുക്കി എണ്ണയിലോട്ടിട്ട് കൊടുക്കാം. ബാറ്റർ ഒരുപാട് ഹാർഡായി പോവുകയാണെങ്കിൽ ഇതിൻ്റെ പുറം കോട്ടിങ്ങും അത്രയും ഹാർഡായി പോവും. അതുകൊണ്ട് ബാറ്റർ ലൂസ് ആവാതെയും ഹാർഡ് ആവാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് ഇത് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് നല്ലോണം മുരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ 2 സൈഡും ഒരുപോലെ മുരിച്ചതിന് ശേഷം മാത്രം നമുക്ക് എണ്ണയിൽ നിന്നും പൊരിച്ച് കോരാവുന്നതാണ്. മുന്തിരിക്കൊത്ത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും പൊരിച്ച് കോരാവുന്നതാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മധുരമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.